അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ തലയിൽ ഇതിടാൻ പാടില്ല. ഒരു രൂപത്തിലും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ അനുവദിക്കില്ല. മദ്യത്തിൻ്റെ വ്യാപനം ശക്തിപ്പെടുത്താൻ അനുവദിക്കില്ല. അതിൻ്റെ തണലിൽ ഇവിടെ അധോലോകത്തിന് അഴിഞ്ഞാടാനുള്ള അവസരം നൽകില്ല. ശക്തമായ നിലപാടക്കാര്യത്തിൽ LDF എടുക്കും എന്നുള്ളത് LDFിൻ്റെ കൺവീനർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് ജനങ്ങളെല്ലാം അപ്പുറത്താണ് എന്ന് ധരിച്ച് ഏകപക്ഷീയമായി ആർബിട്രറിയായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അനുവദിക്കില്ല കേരളത്തിലെ ജനത. അതുകൊണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. മാത്രവുമല്ല, ഈ ബഡ്ജറ്റിൻ്റെ നിയമപരമായ ഭരണഘടനാപരമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭരണകക്ഷിയെ ഓർമ്മപ്പെടുത്താനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട സ്പീക്കർക്കുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അടിയന്തരമായും സ്പീക്കർ ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, ബഡ്ജറ്റിൻ്റെ എല്ലാം പോകുമല്ലോ സബ്ജക്റ്റ് കമ്മിറ്റിക്ക്. കാരണം ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സ്ക്രൂട്ടിനി നടത്തുന്നത്. അതിലിപ്പം മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുക. മുമ്പ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്ലാൻ ഫണ്ടിൽ തന്നെ 11,000 കോടി രൂപയുടെ കുറവുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇതിലില്ല, പുതിയ പദ്ധതികളാണ്. അപ്പം ഇത് പഴയ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള ബഡ്ജറ്റല്ല, പുതിയ ബഡ്ജറ്റാണ്. ആ പുതിയ ബഡ്ജറ്റിൻ്റെ ഭാഗമായി സാധാരണ നിലയിൽ നിയമസഭയിൽ വരാത്ത മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് സ്ക്രൂട്ടിനി നടത്തുന്നത് സബ്ജക്റ്റ് കമ്മിറ്റിയാണ്. സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു മിനി ലെജിസ്ലേച്ചറാണ്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 1-ാം തീയതി വരാൻ പോവാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടം വെയ്വ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ഇത് പാസ്സാക്കാൻ പോകുന്നു എന്ന പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മെമ്പർമാർക്ക് കൊടുത്തിട്ടുള്ള അജണ്ടയിൽ സബ്ജക്റ്റ് കമ്മിറ്റി കൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും എവിടെയുമില്ല.